നമസ്കാരം. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് കേസിലെ മുഖ്യപ്രതിയായ കോട്ടയത്തെ ഇവാഞ്ചലിക്കൽ സഭാ ബിഷപ്പ് സന്തോഷ് പി ചാക്കോ അറസ്റ്റിലായത്. കുറിച്ചി സ്വദേശിയായ യുവാവിന്റെ പരാതിയിലായിരുന്നു അറസ്റ്റ്. യുവാവിൽ നിന്നും 2.5 ലക്ഷം രൂപയാണ് പ്രതി തട്ടിയെടുത്തത്. സമാനമായി നിരവധി പേരെ ബിഷപ്പ് സന്തോഷ് പി ചാക്കോ തട്ടിപ്പിനിരയാക്കിയതെന്നാണ് സൂചന. അമേരിക്കയിലാണ് പ്രതി ജോലി വാഗ്ദാനം നൽകുന്നത്. 4 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം ലഭിക്കുന്ന ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പ്രതി പരാതിക്കാരനെ കബളിപ്പിക്കുകയായിരുന്നു. സുഹൃത്ത് മുഖേനയാണ് സന്തോഷ് പി ചാക്കോയെ പരാതിക്കാരൻ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ പ്രതിയും കൂട്ടാളിയും ചേർന്ന് പരാതിക്കാരനെ കോട്ടയത്ത് കാണാനെത്തി. ഭാര്യയും മകളും വിദേശത്താണെന്നും വിസ തരപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടുകളില്ലെന്നും പ്രതി പരാതിക്കാരനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. 12 ലക്ഷം രൂപയാണ് അമേരിക്കയിൽ ജോലി തരപ്പെടുത്തി നൽകുന്നതിനായി പ്രതി ആവശ്യപ്പെട്ടത്. പ്രായമായവരെ ശുശ്രൂഷിക്കുന്നവരെ ജോലിയാണെന്നും മികച്ച വേതനം ലഭിക്കുമെന്നാണ് വാഗ്ദാനം നൽകിയിരുന്നത്. അമേരിക്കയിൽ ജോലി ലഭിച്ചില്ലെങ്കിൽ കാനഡയിൽ അയക്കാമെന്നായിരുന്നു പ്രതി പറഞ്ഞിരുന്നത്. കൂട്ടാളിയോടൊപ്പമാണ് വൈദികൻ പരാതിക്കാരനെ കാണാനെത്തിയത്. വീട്ടിലെ സാഹചര്യങ്ങൾ മോശമായിരുന്നതിനാൽ ലോൺ എടുത്ത് പണം നൽകാമെന്നായിരുന്നു പരാതിക്കാരന്റെ തീരുമാനം. പല തവണകളിലായാണ് പരാതിക്കാരനിൽ നിന്നും പ്രതി പണം കൈപ്പറ്റിയത്. വിസയ്ക്കായി ഓൺലൈനായി പണം അടച്ചെന്നും ഉടൻ തന്നെ ഇന്റർവ്യൂ അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കുമെന്നും പ്രതി പരാതിക്കാരനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതിനിടെ വീണ്ടും പ്രതി ആവശ്യപ്പെട്ടതോടെയാണ് സംഭവം തട്ടിപ്പാണെന്ന കാര്യം പരാതിക്കാരൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞ കാലാവധിക്കുള്ളിൽ ജോലി കിട്ടാത്തതിനെ തുടർന്ന് യുവാവ് പലതവണ വൈദികനെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഇയാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. തുടർന്നാണ് പരാതിക്കാരൻ പോലീസിനെ സമീപിക്കുന്നത്. എന്നാൽ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ ആദ്യം തയ്യാറായിരുന്നില്ല എന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത്. ഒടുവിൽ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് ചിങ്ങവനം പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. ഇയാൾക്കെതിരെ മണിമല, ചങ്ങനാശ്ശേരി, മണർക്കാട്, തൃശൂർ സ്റ്റേഷനുകളിൽ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. ഭാരതീയ ന്യായ സംഹിതയിലെ 318 ക്ലോസ് 4 വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതി നിലവിൽ റിമാൻഡിലാണ്. എന്നാൽ കേസിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. നിരവധി സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ പരാതി ലഭിച്ചതായാണ് സൂചന. 2014 വ്യാജ ചെക്ക് നൽകി ആംഗ്ലിക്കൻ ബിഷപ്പിന്റെ കയ്യിൽ നിന്നും പാസ്റ്റർ ചമഞ്ഞ് 10.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ സന്തോഷ് പി ചാക്കോയ്ക്കെതിരെ പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഈ വാർത്ത മാധ്യമമടക്കമുള്ള പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആംഗ്ലിക്കൻ സഭയുടെ ട്രാവൻകൂർ കൊച്ചിൻ ഡയോസിസ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിനാണ് പണം നഷ്ടമായത്. കാലം ചെയ്ത ആംഗ്ലിക്കൻ സഭാ ബിഷപ്പിന്റെ മാമിയുടെ മകൻ എന്ന പേരിലാണ് സന്തോഷ് ചാക്കോ പരിചയപ്പെട്ടതെന്ന് ബിഷപ്പ് നോബൽ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ഇന്ത്യയുടെ സൂപ്രണ്ടാണെന്നും അനാഥാലയം നടത്തുന്നുണ്ടെന്നും പറഞ്ഞാണ് സന്തോഷ് ചാക്കോ ബിഷപ്പുമായി പരിചയപ്പെടുന്നത്. 2 ബാങ്കിലെ 7 ലക്ഷം രൂപയുടെ ഡോളർ ചെക്കും 3.5 ലക്ഷം രൂപയുമാണ് സന്തോഷ് ചാക്കോ ബിഷപ്പിൽ നിന്നും വാങ്ങിയത്. ഡോളർ ചെക്ക് പണമാക്കിയ ശേഷം പകരമായി സന്തോഷ് ചാക്കോ ഫെഡറൽ ബാങ്ക് പുളിക്കൽ കവല ബ്രാഞ്ചിന്റെ ചെക്കും അമേരിക്കൻ ബാങ്കിന്റെ ചെക്കും നൽകി കബളിപ്പിച്ചു എന്നാണ് കേസ്. കേസിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ജാമ്യ വ്യവസ്ഥ ലംഘിക്കുകയും നാടുവിടുകയും ചെയ്തതോടെയാണ് ഇയാൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്.